കർഷകർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു പദ്ധതിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ജനഹിതത്തിൽ സംസാരിക്കുന്നത്. നമ്മുടെ പറമ്പിലെ കൃഷി ആവശ്യത്തിനുള്ള പമ്പ് സെറ്റുകൾ ഇനി വെറുതെ സൗജന്യമായി സോളാറിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? അതെ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന PM കുസും പദ്ധതിയെക്കുറിച്ചാണ് പറയുന്നത്. 2026 മാർച്ചിൽ ഈ പദ്ധതിയുടെ 1ാം ഘട്ടം അവസാനിക്കും. അതിനു മുൻപായി ഇത് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് നമുക്ക് നോക്കാം. ഈ പദ്ധതി പ്രധാനമായി 3 രീതിയിലാണ് നടപ്പിലാക്കുന്നത്. ഇതിനെ നമുക്ക് A, B, C എന്നിങ്ങനെ 3 ഭാഗങ്ങളായി തന്നെ തിരിക്കാം. ഇതിൽ നമുക്ക് ഏതാണ് ചേരുന്നതെന്ന് ആദ്യം മനസ്സിലാക്കണം. ആദ്യത്തേത് കോമ്പോണന്റ് A ആണ്. നിങ്ങളുടെ പക്കൽ കൃഷിയൊന്നും ചെയ്യാത്ത തരിശു ഭൂമിയുണ്ടോ? എങ്കിൽ അവിടെ സോളാർ പ്ലാന്റ് സ്ഥാപിച്ച് വൈദ്യുതി ഉണ്ടാക്കി KSEBിക്ക് വിൽക്കാം. 500 കിലോവാട്ട് മുതൽ 2 മെഗാവാട്ട് വരെയുള്ള പ്ലാന്റുകൾ ഇതിലൂടെ സ്ഥാപിക്കാം. ഒന്നുകിൽ നിങ്ങൾക്ക് സ്വന്തമായി പണം മുടക്കി ഇത് ചെയ്യാം, അല്ലെങ്കിൽ സ്ഥലം ഒരു കമ്പനിക്ക് പാട്ടത്തിന് നൽകാം. പാട്ടത്തിന് നൽകിയാൽ ഓരോ വർഷവും കൃത്യമായ തുക വാടകയായി നിങ്ങളുടെ അക്കൗണ്ടിലെത്തും. ഒന്നും ഉപയോഗിക്കാതെ കിടക്കുന്ന തരിശു ഭൂമിയിൽ നിന്ന് മാസം തോറും ഒരു വരുമാനം. അതാണ് ഇതിന്റെ ഗുണം. രണ്ടാമത്തേത് കോമ്പോണന്റ് B ആണ്. ഇത് നമ്മുടെ നാട്ടിലെ കർഷകർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒന്നാണ്. കറണ്ട് കണക്ഷൻ ഇല്ലാത്ത സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ ഡീസൽ പമ്പ് ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നവരുണ്ടാകാം. അങ്ങനെയുള്ളവർക്ക് സോളാർ പമ്പ് സെറ്റുകൾ സ്ഥാപിക്കാൻ സർക്കാർ വൻ സബ്സിഡി നൽകുന്നു. ഇതിന്റെ പ്രത്യേകത എന്താണെന്നോ? ആകെ ചിലവാകുന്ന തുകയുടെ 10% മാത്രം നിങ്ങൾ അടച്ചാൽ മതി. ബാക്കി 60% തുക കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സബ്സിഡിയായി നൽകും. ബാക്കി വരുന്ന 30% തുക ബാങ്ക് വായ്പയും ലഭിക്കും. അതായത് കയ്യിൽ വലിയ കാശില്ലെങ്കിലും നിങ്ങൾക്കൊരു സോളാർ പമ്പ് സ്വന്തമാക്കാം. 7.5 HP വരെയുള്ള പമ്പുകൾക്ക് ഈ ആനുകൂല്യം ലഭിക്കും. മൂന്നാമത്തേത് കോമ്പോണന്റ് C ആണ്. ഇതിനെയാണ് ഗ്രിഡ് കണക്റ്റഡ് പമ്പ് സോളറൈസേഷൻ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് നിലവിൽ KSEB കണക്ഷനുള്ള ഒരു മോട്ടർ ഉണ്ടെന്ന് വിചാരിക്കുക. ആ മോട്ടറിനെ സോളാറിലേക്ക് മാറ്റാം. പകൽ സമയത്ത് സോളാർ ഉപയോഗിച്ച് മോട്ടോർ പ്രവർത്തിപ്പിക്കാം. ഇനി നിങ്ങൾ മോട്ടോർ അടിച്ചു കഴിഞ്ഞ് ബാക്കി വൈദ്യുതി ഉണ്ടെങ്കിൽ അത് KSEBിക്ക് നൽകാം. ഇതിലൂടെ നിങ്ങൾക്ക് പണം തിരിച്ചു ലഭിക്കുകയും ചെയ്യും. ഇനി ഇതിന് എന്തൊക്കെ രേഖകൾ വേണം എന്ന് നമുക്ക് നോക്കാം. വലിയ നൂലാമാലകളൊന്നുമില്ല. നിങ്ങളുടെ ആധാർ കാർഡ്, റേഷൻ കാർഡ്, കരമടച്ച രസീത്, അതായത് ഭൂമിയുടെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖ, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ്, ഒരു ഫോട്ടോ എന്നിവയാണ് പ്രധാനമായും വേണ്ടത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മുൻഗണനയും അധിക ആനുകൂല്യങ്ങളും ലഭിക്കാറുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പലരും ചോദിക്കാറുള്ള ഒരു കാര്യമാണ് ഇത് എവിടെയാണ് അപേക്ഷിക്കേണ്ടത് എന്ന്. കേരളത്തിൽ അന്നത്ത് വഴിയാണ് പ്രധാനമായും ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അന്നത്തിന്റെ വെബ്സൈറ്റ് വഴിയോ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ നിങ്ങൾക്ക് അപേക്ഷിക്കാം. നിലവിൽ 2026 മാർച്ചാണ് ഇതിന്റെ കാലാവധി പറഞ്ഞിരിക്കുന്നത്. എങ്കിലും കുസും 2.0 എന്ന പേരിൽ ഇതിന്റെ അടുത്ത ഘട്ടം വരാൻ പോകുന്നുണ്ടെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ കുറച്ചുകൂടി കൂടുതൽ ആനുകൂല്യങ്ങളും പ്രതീക്ഷിക്കപ്പെടുന്നു. അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരിക്കലും വ്യാജ വെബ്സൈറ്റുകളിൽ പോയി പണം കളയരുത്. സർക്കാർ അംഗീകരിച്ച ഔദ്യോഗിക പോർട്ടലുകൾ മാത്രം ഉപയോഗിക്കുക. നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന OTP ആർക്കും കൈമാറരുത്. സോളാർ പാനലുകൾ സ്ഥാപിക്കുമ്പോൾ സർക്കാർ അംഗീകരിച്ച ലിസ്റ്റിലുള്ള കമ്പനികളെ കൊണ്ട് മാത്രം ചെയ്യിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് 5 വർഷത്തെ ഗ്യാരണ്ടിയും സർവീസും കൃത്യമായി ലഭിക്കും. പലർക്കും സംശയമുണ്ടാകും, ഈ മഴക്കാലത്ത് സോളാർ വർക്ക് ചെയ്യുമോ എന്ന്. സോളാർ പാനലുകൾ സൂര്യപ്രകാശത്തിൽ നിന്ന് മാത്രമല്ല പകൽ വെളിച്ചത്തിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്നുണ്ടെന്നും ഇതിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് മഴക്കാലത്തും ഇത് പ്രവർത്തിക്കും. പക്ഷെ ഉൽപാദനം അല്പം കുറവായിരിക്കും എന്ന് മാത്രം. നിങ്ങളുടെ കൃഷിയിടത്തിൽ തണലില്ലാത്ത നന്നായി വെയിൽ ലഭിക്കുന്ന സ്ഥലം വേണം പാനലുകൾ സ്ഥാപിക്കാൻ തിരഞ്ഞെടുക്കാൻ. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഡീസൽ പമ്പിന്റെ പുകയിൽ നിന്നും KSEBിയുടെ കറണ്ട് ബില്ലിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റിയ ഏറ്റവും നല്ല വഴിയാണിത്. സ്വന്തം കൃഷിയിടത്ത് നിന്ന് വൈദ്യുതി ഉണ്ടാക്കുക, കൃഷി ചെയ്യുക, ബാക്കി വരുന്ന കറണ്ട് വിറ്റ് ലാഭം ഉണ്ടാക്കുക. ഈ അവസരം ആരും പാഴാക്കരുത്. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. സംശയങ്ങൾ കമന്റായി ചോദിക്കാം. നന്ദി.